കോഴിക്കോട് ജില്ലയിൽ ബിജെപി മുന്നേറ്റമുണ്ടാക്കിയ സ്ഥലങ്ങളിൽ യുഡിഎഫ് വോട്ടുകളിൽ വൻ ചോർച്ച. കോർപ്പറേഷനിൽ 7ഇടങ്ങളിൽ ബിജെപി വിജയിച്ചപ്പോൾ 6ഇടങ്ങളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്താണ്. മുക്കം മുനിസിപ്പാലിറ്റി ലീഗ് ശക്തി കേന്ദ്രത്തിലാണ് ബിജെപി അക്കൗണ്ട് തുറന്നത്. ഫറോക്കിലും നീലേശ്വരത്തും ബിജെപി ജയിച്ച വാർഡുകളിൽ യുഡിഎഫ് വോട്ട് 2 അക്കത്തിലൊതുങ്ങി. കോഴിക്കോട് കോർപ്പറേഷനിൽ ബിജെപി 7ഇടത്ത് 1-ാം സ്ഥാനത്തെത്തി, 6ഇടത്ത് 2-ാം സ്ഥാനം പിടിച്ചു. ഇവിടങ്ങളിലെല്ലാം യുഡിഎഫ് വോട്ടുകളിൽ വൻ ചോർച്ചയുണ്ടായി. ബിജെപി ജയിച്ച ചേവരമ്പലത്ത് കഴിഞ്ഞ തവണ യുഡിഎഫിന് ലഭിച്ച 956 വോട്ട് ഇത്തവണ 536 കുറഞ്ഞു. ഇവിടെ ബിജെപിക്ക് 860 വോട്ടിന്റെ വർധനവുണ്ടായി. ബിജെപി 2-ാം സ്ഥാനത്തെത്തിയ പുതിയാപ്പയിൽ യുഡിഎഫ് വോട്ടിലുണ്ടായ കുറവ് 540. ഇവിടെ ബിജെപി 1024 വോട്ടുകൾ കൂടുതൽ നേടി. ബിജെപിയെ പ്രോത്സാഹിപ്പിച്ചത് യുഡിഎഫിന് തന്നെ തിരിച്ചടിയായെന്ന് സിപിഐഎം നേതാവ് VKC മുഹമ്മദ് കോയ പറഞ്ഞു. അതിന്റെ നഷ്ടം LDFിനായിരിക്കും. അത് LDFിന് നഷ്ടം വരുമ്പോൾ UDFിന് അതിനെ വലിയ നേട്ടം ഉണ്ടാക്കാം എന്നവർ ധരിച്ചു. പക്ഷേ ഇവിടെ വന്നത് ഇപ്പോൾ നേരെ തിരിച്ചാണ്. കാരണം അതിന് നഷ്ടം കൂടുതലും വന്നത്, നമുക്കും ചെറിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, എന്നാലും വലിയ നഷ്ടം വന്നത് UDFിനാണെന്നാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത്. മായ നീലേശ്വരത്ത് ബിജെപി അക്കൗണ്ട് തുറന്നു. ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 62 വോട്ട്. ഫറോക്കിൽ ബിജെപി അക്കൗണ്ട് തുറന്ന തേനപ്പറമ്പ് സൗത്ത് വാർഡിൽ UDFിന് ലഭിച്ചത് 18 വോട്ടുകൾ മാത്രം. UDF വോട്ട് ബിജെപിയിലേക്ക് ഒഴുകിയെന്ന് കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബു ഏറ്റുപറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഭാഗത്തു നിന്നും ഒരേപോലെ തന്നെ ബിജെപിയിലേക്കുള്ള ഒരു ചായ്വ് കണ്ടതായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. എന്നാൽ തങ്ങളെ തോൽപ്പിക്കാൻ കോൺഗ്രസും CPIM-ഉം ഒത്തുകളിച്ചുവെന്നാണ് ബിജെപി ആരോപണം. ബിജെപി ഒരു 5-6 സീറ്റിലും കൂടി ജയിക്കേണ്ടതായിരുന്നു കോർപ്പറേഷനിൽ. അത് അട്ടിമറിച്ചത് UDFും LDFും തമ്മിലുള്ള രഹസ്യധാരണയാണ്. MK രാഘവൻ തോട്ടത്തിൽ രവീന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി അവരുടെ മണ്ഡലം പ്രസിഡന്റ് ആലിക്കോയ വഴി ശ്രമിച്ചതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ തെളിവ് ഞങ്ങൾ പുറത്തുവിടും. ബിജെപിയിലേക്കുള്ള വോട്ട് ചോർച്ച കോൺഗ്രസിലും ലീഗിലും വരും ദിവസങ്ങളിൽ ചൂടുള്ള ചർച്ചയാവുമെന്ന് ഉറപ്പ്. KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.